ദിസ് ഈസ് മൈ പേഴ്സണൽ ലാപ്ടോപ്പ്. ഇതിൽ ഒഫീഷ്യലായിട്ടൊന്നുമില്ല. ഇത് കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ? അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ. റിയൽ ലൈഫിൽ ഒരു സെർച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളത് എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഒരു സെർച്ചോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റെയ്ഡോ കാര്യങ്ങളോ നടക്കുന്നതിൻ്റെ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെപ്പറ്റി പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ സെർച്ച് അല്ലെങ്കിൽ റെയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിൻ്റെ എൻഡ് അല്ല. ഓക്കെ, ഇറ്റ്സ് എ ബിഗിനിങ്. ആ സമയത്ത് പാനിക്കാവാതെ ലീഗലി നമുക്ക് എന്തൊക്കെ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ടോ അതൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വീണ്ടും അവസരങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, സമചിത്തത്തോടെ അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എവിഡൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിഗ് ചെയ്യാനും നമ്മളെ ട്രാൻസാക്ഷൻസ് മാപ്പ് ചെയ്യാനും ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് മറച്ചു പിടിക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആവാം, കുറച്ചും കൂടെ നല്ല രീതിയിൽ ബുക്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് കംപ്ലയിൻസുകൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.